ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ജനങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു. അവരുടെ അംഗീകാരം ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. 14-ാം വാർഡിലാണ് മത്സരിച്ചത്. 13-ാം വാർഡിൽ എൻ്റെ സഹോദരൻ ബിജുവും 15-ാം വാർഡിൽ എൻ്റെ മോള് ദിയ ബിനുവുമാണ് മത്സരിച്ചത്. 3 സ്ഥലത്തും വ്യക്തമായ ഭൂരിപക്ഷത്തോട് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. ചെയ്യാവുന്ന കാര്യങ്ങളെ പറയാവൂ, പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് 20 വർഷക്കാലമായി പാലിക്കുന്നു. ഞങ്ങളുടെ വിജയത്തിന് കുറുക്കുവഴികളൊന്നുമില്ല. ജനങ്ങളോടൊപ്പം നിന്നു, ജനങ്ങൾ ഞങ്ങൾക്ക് ആ സ്വീകാര്യത തന്നു. വെറും വാക്കല്ല എന്നവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ നമുക്ക് വോട്ട് ചെയ്തേക്കുന്നത്. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കുടുംബത്തിലെ 3 പേർ ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ്. പാലാ നഗരസഭയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച ബിനു പുളിക്കക്കണ്ടം, ബിജു പുളിക്കക്കണ്ടം. ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകളായ 21 വയസ്സുള്ള ദിയ ബിനു എന്നിവരാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർ അവരുടെ വാർഡുകളിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വരികയാണ്. ഏതായാലും ഒരു ഉജ്ജ്വല വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും ഞങ്ങൾക്ക് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ അവരുടെ കൂട്ടായ്മയിലൊക്കെ ഇതുപോലെ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ജനങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു. അവരുടെ അംഗീകാരം ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എതിർ സ്ഥാനാർത്ഥികൾ 14-ാം വാർഡിലാണ് ബിനു ചേട്ടൻ മത്സരിക്കുന്നത്. അതെ, ഞാൻ 14-ാം വാർഡിലാണ് മത്സരിച്ചത്. 13-ാം വാർഡിൽ എൻ്റെ സഹോദരൻ ബിജുവും 15-ാം വാർഡിൽ എൻ്റെ മോള് ദിയ ബിനുവുമാണ് മത്സരിച്ചത്. 3 സ്ഥലത്തും വ്യക്തമായ ഭൂരിപക്ഷത്തോട് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. 21 വയസ്സുള്ള ദിയ ബിനു പഠനമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. അച്ഛൻ്റെ വല്യച്ഛൻ്റെയും പാത പിന്തുടർന്നുകൊണ്ട്. എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടല്ലോ? വളരെ സന്തോഷമുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്ക് വേണ്ടി നീതി പുലർത്താനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇപ്പം ബിജു പുളിക്കക്കൊണ്ടാണ് നമുക്കൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് എന്ന് പറയുന്നു? വളരെ സന്തോഷം. നമ്മുടെ വോട്ടർമാർ നമ്മൾ മുന്നോട്ട് വെച്ച നമ്മളുടെ ആ മാനിഫെസ്റ്റോ അവർ അംഗീകരിച്ചു. അവർ നമ്മളെ വിശ്വാസത്തിലെടുത്തു. ആ വിശ്വാസത്തോട് 100% നീതി പുലർത്തുവാൻ അവർക്കതിന് തക്ക അവരുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വാർഡുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. തീർച്ചയായിട്ടും ബിനുവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമം നടത്തും. എതിർ സ്ഥാനാർത്ഥികളെയൊക്കെ അവർ LDFും BJPയും കൊണ്ട്. അതെ, എതിർ സ്ഥാനാർത്ഥികൾ CPMൻ്റെ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. നമ്മുടെ 3 പേരുടെയും പ്രധാനപ്പെട്ട എതിരാളികൾ. BJPക്കും കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. എൻ്റെയും മോളുടെയും ബിനുവിൻ്റെയും വാർഡുകളിൽ വോട്ടിംഗ് നില പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ വാർഡിൽ 2ാം സ്ഥാനത്ത് CPM ആണ് എത്തിയത്. ബിനുവിൻ്റെ വാർഡിൽ CPM തന്നെയാണ് 2ാം സ്ഥാനത്ത് എത്തിയത്. എന്നാൽ ദിയയുടെ മോളുടെ വാർഡിൽ 2ാം സ്ഥാനത്ത് BJP ആണ് എത്തിയത്. എന്താണ് ഈ വിജയ തന്ത്രം? എന്താണ് തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ അതായത് ബിനു മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത് ബിനു പ്രാവർത്തികമാക്കി. വെറും വാക്കല്ല എന്നവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ നമുക്ക് വോട്ട് ചെയ്തേക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം ബിനു പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ആ ഒരു പ്രവർത്തന പാരമ്പര്യം തീർച്ചയായിട്ടും അവർ ഉൾക്കൊണ്ടു. അതിന് തക്ക ഞങ്ങൾ തിരിച്ചു കൊടുക്കാനും പ്രതിജ്ഞാബദ്ധമാണ്. മറ്റൊരു കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മടുത്തുവെന്നാണോ കരുതുന്നത്? ഒരിക്കലുമല്ല. അവർ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ ഒന്നും ജനം മടുത്തിട്ടുമില്ല, അതിനെ നിരാകരിച്ചിട്ടുമില്ല. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നില്ല. ഞങ്ങൾ തുടക്കമല്ല, ഞാൻ 20 വർഷമായിട്ട് കൗൺസിലാകുമ്പോൾ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു: ചെയ്യാവുന്ന കാര്യങ്ങളെ പറയാവൂ, പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് 20 വർഷക്കാലമായി പാലിക്കുന്നു. കൂടാതെ ഓരോ 5 വർഷം കഴിയുമ്പോഴും ആ ആദ്യം ഇറക്കിയ പ്രകടന പത്രിക എൻ്റെ പുതിയ പ്രകടന പത്രികയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. അതായത് 25ഓളം പ്രകടന പത്രികയിൽ ഒരു കാര്യം പോലും ചെയ്യാതിരുന്നിട്ടില്ല. മുഴുവൻ കാര്യങ്ങളും ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി ആ പ്രകടന പത്രികയും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പുതിയ പ്രകടന പത്രിക ഇറക്കുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അതായത് ചെയ്യാവുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അത്രയും തൻ്റെ ഇടത്തോടെ കഴിഞ്ഞകാല പ്രകടന പത്രികകൾ ഇറക്കിക്കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റും? അതുപോലെ കൂടെ ഉണ്ടാവും, കൂടപ്പിറപ്പായി എന്ന മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തുന്നു. ഏതൊരാവശ്യത്തിനും ഏത് പാരാത്രിയിലും ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അവിടെ ഓടിയെത്തുന്നു. അവരിൽ ഒരാളായി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഞങ്ങൾക്ക് രാഷ്ട്രീയമോ മറ്റ് താല്പര്യങ്ങളോ ഒന്നുമല്ല. ജനങ്ങളോടൊപ്പം നിൽക്കുക. ഞങ്ങളുടെ വിജയത്തിന് കുറുക്കുവഴികളൊന്നുമില്ല. ജനങ്ങളോടൊപ്പം നിന്നു, ജനങ്ങൾ ഞങ്ങൾക്ക് ആ സ്വീകാര്യത തന്നു. അത് ഞങ്ങളെ പൂർണ്ണ സന്തോഷവാന്മാരാക്കും. പാലാ നഗരസഭയിൽ നിങ്ങൾ 3 പേരും നിർണായകമാവോ ഭരണകാര്യത്തിൽ? അത് അതിൻ്റെ അകത്തേക്ക് പല കാര്യങ്ങളുണ്ട്. 2 മുന്നണികളും ഇപ്പോൾ 2 മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. നമുക്കറിയാം, 2 മുന്നണികളും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു രാഷ്ട്രീയ മുന്നണിയോ അല്ല ഞങ്ങൾ നോക്കുന്നത്.
ഞങ്ങളിത് തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, ഇവിടെ നിർണായക ശക്തിയാകാനോ വിലപേശ ശക്തിയാകാനോ ഒന്നുമല്ല ഞങ്ങൾ ശ്രമിച്ചത്. ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയം ജനങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണങ്ങളോ പ്രത്യയശാസ്ത്രപരമായ നിയന്ത്രണങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഒരു വലിയ സംവിധാനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന വലിയൊരു സംവിധാനം, BJP എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങിയവരോട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മത്സരിച്ചാണ് ഞങ്ങൾ ജയിച്ചത്. അതിൽ ഞങ്ങളോടൊപ്പം നിന്ന ഒരുപറ്റം ജനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംരക്ഷണമോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു രീതിയിലുള്ള സംരക്ഷണവും ഇല്ലാതെ സിൻസിയറായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയങ്ങൾ അംഗീകരിച്ച് ഒരു കൂടപ്പിറപ്പിനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ, ഒരു സഹോദരനെ പോലെ, എൻ്റെ മോളെ സഹോദരിയായി കണ്ട്, മോളായി കണ്ട്, ഞങ്ങളെ കൂടപ്പിറപ്പുകളായി കണ്ടുനിന്ന ഒരുപറ്റം കൂട്ടുകാരും ജനങ്ങളുമുണ്ട്, പ്രായഭേദമന്യേ. അവരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് നടപ്പിലാക്കുവാൻ ഏത് മുന്നണിയാണോ തയ്യാറാകുന്നത് അവരുമായി ചേർന്നായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മോള് കന്യംഗമാണ്. ഈ വോട്ടൊക്കെ ചോദിച്ച് ചെല്ലുമ്പോഴത്തേന് തോന്നിയിരുന്നത് ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം അത്രയും പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ഞങ്ങൾ 3 പേർക്കാണെങ്കിലും നല്ല ഭൂരിപക്ഷത്തിലാണ് ഇപ്രാവശ്യം ജയിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ വരുമ്പോൾ അമ്മയുണ്ടായിരുന്നു, അമ്മയും അച്ഛനും മോളും കൂടെ ആയിരുന്നു. അമ്മ സപ്പോർട്ടല്ലേ അമ്മ എന്ന് പറഞ്ഞു? അതെ, അമ്മ വണ്ടിക്ക് പുറകിൽ ഇരിപ്പുണ്ട്, അമ്മ അനിയത്തി ഇരിപ്പുണ്ട്, എല്ലാവരും വളരെ സപ്പോർട്ടാണ്. ഈ പഠിക്കാനൊക്കെ അതിന് ഇത് തടസ്സം വരുമോ? ഇല്ല, ഇതിന്റെ കൂടെ തന്നെ എനിക്ക് പഠിക്കണം. MBA എന്നുള്ളത് എൻ്റെ ഒരു വളരെ വലിയ സ്വപ്നമാണ്. അപ്പൊ MBA ചെയ്യാനായിട്ട് തന്നെയാണ് പ്ലാൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബിജു പുളിക്കക്കണ്ടം സുരേഷ് ഗോപി സാറുമായിട്ട് വളരെ അധികം ബന്ധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം വിളിച്ചിരുന്നു, വിജയം പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹമായിട്ടുള്ള ബന്ധം 35 വർഷമായിട്ട് ഞങ്ങളൊരു കുടുംബാംഗമെന്ന ബന്ധമാണ്. അദ്ദേഹം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല, അപ്പോഴും ഞങ്ങൾക്കാണ് രാഷ്ട്രീയമുള്ളത്. ആ ബന്ധത്തിനകത്ത് രാഷ്ട്രീയം കലർത്താറില്ല. അദ്ദേഹം തികച്ചും വ്യക്തിപരം. അദ്ദേഹം വിളിച്ചായിരുന്നു, നമുക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നു ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ പാലാ നഗരസഭയിലെ ഈ 3 വാർഡുകളിലെ നിങ്ങളുടെ വിജയം ഈ നാടിൻ്റെ ഒരു വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ജനങ്ങൾ ഞങ്ങളെ കാണുന്ന ഒരു രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു ബന്ധമാണ്. പിന്നെ സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് ഇലക്ഷൻ വരെ രാഷ്ട്രീയമുള്ളൂ, ഇലക്ഷൻ കഴിഞ്ഞാൽ അവരെല്ലാവരും ഞങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള അകൽച്ചയോ എതിർപ്പോ ഒന്നും ഞങ്ങളോടില്ല. അവർക്ക് ഇപ്പം വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് ഇങ്ങനെ പോവാണ്. ഇനിയും അവരുടെ അടിയിലേക്ക് അതെ, നാളെ ഞങ്ങൾ വാർഡിലേക്ക് ഇറങ്ങും, വീടുകളിലേക്ക് ഇറങ്ങുകയാണ്.